ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ മെഡിറ്റേഷൻ അൺലോക്സ് യുവർ ക്രിയേറ്റിവിറ്റി. നമ്മുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി എങ്ങനെ മെഡിറ്റേഷന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ മെഡിറ്റേഷൻ ഈസ് റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സോ മെഡിറ്റേഷൻ എന്ന ഒരു പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഒരു നോ മൈൻഡ് എന്നൊരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ചിന്തകളൊന്നുമില്ലാത്തൊരവസ്ഥ എന്നൊരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, ഒരു കോൺഷ്യസ്നെസ് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു പ്യുവർ കോൺഷ്യസ്നെസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരിക, ഒരു റിലാക്സേഷനും അങ്ങനെ ചിന്തകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ മെഡിറ്റേഷൻ്റെ ആ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന അവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് അതാണ്. ഒരു പ്യുവർ കോൺഷ്യസ്നെസ്സും റിലാക്സേഷനും ഒരു ചിന്തകളില്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുക എന്നതാണ് മെഡിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പറയുന്ന മറ്റൊരു ടേമാണ് നോ മൈൻഡ് എന്ന് പറയുന്നത്. സോ ഈ നോ മൈൻഡ് എന്നൊരു സ്റ്റേറ്റിൽ നമ്മൾ എത്തുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റിവിറ്റി ഒരുപാട് എൻഹാൻസ്ഡ് ആകുക, അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി നമ്മളിൽ ഉണ്ടാകുക എന്നത് ആണ് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു പോയട്രി എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം. അതായത് ഞാൻ പണ്ട് പോയട്രി എഴുതുമായിരുന്നു. അപ്പോൾ കവിതയൊക്കെ എഴുതാൻ നേരത്തെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയട്രി എന്ന് പറഞ്ഞ സാധനം ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കവിത എഴുതിയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പെട്ടെന്ന്. അതായത് ക്രിയേറ്റിവിറ്റി ഹാപ്പൻസ് ലൈക്ക് എ സ്പോണ്ടേനിയസ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഹാപ്പനിങ് ഫ്രം സം അൺനോൺ ഡയമെൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മളിങ്ങനെ കവിത എഴുതാനിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇനിഷ്യലി നമ്മൾ ഒരുപാട് ചിന്തിക്കും, അല്ലെങ്കിൽ കുറേ നേരമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ചിന്തിച്ച് നമ്മൾ എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് പോയട്രി ഉണ്ട്. ചിന്തിച്ച് നമ്മൾ വേർഡ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് അങ്ങനെ നമ്മൾ എഫേർട്ട് ഇട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോയട്രി ഉണ്ട്. അല്ലാതെ നമ്മളിങ്ങനെ എന്താ പറയുക, പെട്ടെന്നൊരു മൊമെൻറ്റിൽ പെട്ടെന്ന് ഇങ്ങനെ കുറേ വേർഡ്സ് ഇങ്ങനെ വരുന്നു, അതിനൊരു റിതം കാണുന്നു, അത് നമ്മൾ ജസ്റ്റ് നമ്മളൊരു മീഡിയമായിട്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിലൂടെ ഇങ്ങനെ പോയിട്രി ഇങ്ങനെ വന്നത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പേപ്പറിൽ പെയിനിലേക്ക് കുറിച്ചിടുന്ന ഒരു മൊമെൻറ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിലേറ്റബിൾ ആകും. ബിക്കോസ് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ ബോത്ത് തിങ്. ആദ്യം നമ്മൾ എഫേർട്ട് ഇട്ട് ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നു, എന്നിട്ട് അങ്ങനെ ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരു പോയിട്രി ക്രിയേറ്റ് ചെയ്യുന്നു. ചില സമയങ്ങളിൽ പെട്ടെന്ന് നമുക്ക് വേർഡ്സ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി സ്പോണ്ടേനിയസ് ആയിട്ട് വരിക എന്ന് പറയും. അങ്ങനത്തെ ചില മൊമെൻറ്റ്സ് നിങ്ങളൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണെങ്കിൽ ലൈക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പോയിട്രിയിലാണത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും, ഇപ്പോൾ നിങ്ങളൊരു നോവൽ എഴുതുവാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മ്യൂസീഷ്യൻ ആണെങ്കിലോ, അല്ലെങ്കിൽ ഏത് തരം ആർട്ടിസ്റ്റിക് വർക്ക് ആണെങ്കിലും ദിസ് തിങ് നമ്മൾ എല്ലാ ആർട്ടിസ്റ്റുകളും, എല്ലാ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും എനിക്ക് തോന്നുന്നു ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. Because I have talked with such creative people and they all have somehow related this thing, that creativity starts happening on its own. It's like ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ അൺനോയിങ്ലി നമ്മളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അതൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്ന് പറയുന്നത് നമ്മളെന്ന് പറയുന്നത് യൂണിവേഴ്സുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസുമായിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ, ഒരു ഡയറക്റ്റ് കമ്മ്യൂണിയനാണ് നമുക്ക് സംഭവിക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു നോ മൈൻഡ് സ്റ്റേറ്റ്. നോർമലി നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് മൈൻഡിൻ്റെ ഒരു ബാരിയർ ഉണ്ട് എപ്പോഴും നമ്മളും എക്സിസ്റ്റൻസുമായിട്ട്. അതായത് നമ്മളെപ്പോഴും നമ്മൾ റിയാലിറ്റിയെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ തോട്ട്സ്, അല്ലെങ്കിൽ മൈൻഡിൻ്റെ ആ ഒരു ബാരിയറിൽ മൂലമാണ് നമ്മളെ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു റോസ് ഫ്ലവർ കാണുക, അല്ലെങ്കിൽ ഒരു സൺസെറ്റ് കാണുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ എപ്പോഴും നമ്മുടെ ആ ഒരു മൈൻഡ് കൊണ്ട് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അയാളെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ നമ്മൾ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു റോസ് ഫ്ലവർ കാണുമ്പോൾ അതിനെ നമ്മൾ റോസ് ഫ്ലവർ ആണെന്നുകൊണ്ട് മൈൻഡിൽ കൊണ്ട് ചിന്തിച്ചുകൊണ്ട് പോകാം. ഒരു സൺസെറ്റ് കാണുമ്പോൾ ഒരു നല്ല സൺസെറ്റ്, നല്ല സൂര്യാസ്തമയം എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഇങ്ങനെ മൈൻഡിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ട്. സോ നമ്മൾ റിയാലിറ്റിയെ നമ്മളെപ്പോഴും വേർഡ്സ് കൊണ്ടാണ് നമ്മളെപ്പോഴും ഫേസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു നോ മൈൻഡ് സ്റ്റേറ്റ്, വേർഡ്സ് ഒന്നുമില്ല, മൈൻഡിൻ്റെ ആ ഒരു ബാരിയർ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടൊരു കമ്മ്യൂണിയൻ വിത്ത് എക്സിസ്റ്റൻസ് ആണ് നമ്മൾ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ക്രിയേറ്റിവിറ്റിയിൽ ചില സമയത്ത് അങ്ങനത്തെ മൊമെൻറ്റ്സ് സംഭവിക്കുമ്പോഴാണ് നമ്മളും യൂണിവേഴ്സുമായിട്ടൊരു മൈൻഡിൻ്റെ ബാരിയർ ഇല്ലാതെ വരുന്ന ആ ഒരു മൊമെൻറ്റിൽ ദ ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട്സ് ഹാപ്പനിങ് ഓൺ യു. നമ്മളൊരു റിലാക്സ്ഡ് സ്റ്റേറ്റിലാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ക്രിയേറ്റീവ് എനർജി നമ്മളിലൂടെ ഫ്ലോ ചെയ്യുക എന്ന് പറയുന്നത് സാഹചര്യങ്ങളാണ് ഞാനിപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. സോ അതൊരു റിലാക്സേഷൻ, അല്ലെങ്കിൽ ഒരു നോ മൈൻഡ് സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ് നമുക്ക് മെഡിറ്റേഷനിലൂടെ നമുക്ക് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുക എന്ന് പറയുന്നത്.
സോ ഇനി നമുക്ക് പറയാനുള്ളത് 2 തരം ആർട്ടിനെ പറ്റിയാണ്. അതായത് ഒബ്ജക്റ്റീവ് ആർട്ടും സബ്ജക്റ്റീവ് ആർട്ടും എന്ന് പറയും. അതായത് ബേസിക്കലി 2 ടൈപ്പ് ഓഫ് കാറ്റഗറിയിലാണ് നമ്മൾ ഈ ആർട്ട് ഫോംസിനെ കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയുന്നത്, സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ആർട്ട്. സോ എന്താണ് ഈ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ആർട്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ഈ സബ്ജക്റ്റീവ് ആർട്ട് എന്താണെന്ന് നോക്കാം. കാരണം അതായിട്ടാണ് നമ്മൾ കൂടുതൽ പൊരുത്തപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ സബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു പേഴ്സണൽ ലെവലിൽ നിന്ന് നമ്മളൊരു ആർട്ട് ഫോമിനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മുടെ പേഴ്സണൽ ട്രോമ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജീവിതാനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ പേഴ്സണൽ ഇമോഷണൽ റിലീസിനെ ബേസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു ആർട്ട് ഫോമിനെ ക്രിയേറ്റ് ചെയ്യുക. ഒരു പോയട്രി, അല്ലെങ്കിൽ ഒരു റൈറ്റപ്പോ, നോവലോ, അല്ലെങ്കിൽ മ്യൂസിക്കോ, ഇതെല്ലാം നമ്മുടെ ഒരു ഇമോഷണൽ റിലീസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ റിലീസായിട്ട് നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആർട്ടിനെയാണ് നമ്മൾ ഈ സബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനത്തെ മിക്ക മോഡേൺ മ്യൂസിക്, മോഡേൺ ആർട്ട് ഫോംസ്, പെയിൻറ്റിങ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ഇപ്പോൾ വേണമെങ്കിൽ പിക്കാസോയുടെ ചില പെയിൻറ്റിങ്സ് ഒക്കെ നമുക്കൊന്ന് കണ്ടറിയാൻ പറ്റും. അതിലൊക്കെ മിക്കതെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണൽ ലെവൽ ഓഫ് ഫീലിംഗ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൈക്കോളജിക്കൽ ട്രോമ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഒരു ഇമോഷണൽ റിലീസായിട്ടാണ് പല ആർട്ട് ഫോംസും ഈ സബ്ജക്റ്റീവ് ആർട്ടിൻ്റെ കാറ്റഗറിയിൽ വരിക എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി എന്താ പറയുന്നത്, ഒരു കഥാർസിസ് പോലത്തെ ഒരു സംഭവമാണ്. അതായത് ഒരു ആർട്ടിസ്റ്റ് ഉള്ളിൽ അനുഭവിക്കുന്ന വിഷമവും അയാളുടെ പെയിനും ലൈഫിൻ്റെ ഒരു മിസറിയും ഇതിനെയൊക്കെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടുള്ള ആർട്ട് ഫോംസ് ആയിരിക്കും കൂടുതലും ഈ ഒരു സബ്ജക്റ്റീവ് ലെവൽ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് വരിക, അല്ലെങ്കിൽ ഒരു ലവ് ഫെയിലിയർ വരിക, അങ്ങനെയുള്ള പേഴ്സണൽ എക്സ്പീരിയൻസിനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുള്ള ആർട്ട് ഫോംസ് ആണ് സബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഉള്ള ആർട്ട് ഫോം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയും. ഒബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുമ്പോൾ അതൊരു കുറച്ചുകൂടെ ഹയർ ഫോം ഓഫ് ആർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ കാണുക എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് എൻ ആർട്ട് ഫോം ഡെവലപ്ഡ് ഫ്രം എ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് എ പേഴ്സൺ. ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിന്നും പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഒബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഈ നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്, അതൊക്കെ ഒരു ഒബ്ജക്റ്റീവ് ആർട്ടിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ ഈ താജ്മഹൽ, അതുപോലെയുള്ള ഹയർ, അതായത് നമ്മുടെ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു ഉദാഹരണം, ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കും ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കും ഈ ഒരു താജ്മഹലിൻ്റെ ക്രിയേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്സിനെ ഇലവേറ്റ് ചെയ്യാൻ സഹായിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു സൈലൻസും പീസും ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ആർട്ട് ഫോംസ് ആണ് ഈ ഒബ്ജക്റ്റീവ് ആർട്ട് എന്നാണ് പറയുന്നത്. അതിനൊരു യൂണിവേഴ്സൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതിനൊരു എന്താ പറയുന്നത്, ഒരു എറ്റേണൽ ലൈഫ് ടൈം ഉണ്ട് ഈ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നത്. അതൊരു ഒരാളുടെ ഒരു പേഴ്സണൽ ട്രോമയോ പേഴ്സണൽ മിസറിയോ അല്ല എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എന്താ പറയുക, ഒരു ഒബ്ജക്റ്റീവ് ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം he disappears as an artist and only the creation and only the creativity is expressed when he is creating എന്നാണ് പറയാന്ന് പറയുന്നത്. അതായത് he is just a medium for the existence to എക്സ്പ്രസ് ഇറ്റ്സ് ക്രിയേറ്റിവിറ്റി. എക്സിസ്റ്റൻസിന് അതിൻ്റെ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയമായിട്ടാണ് ഒരു ഒബ്ജക്റ്റീവ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഈസ് എ മെഡിറ്റേറ്റീവ് പേഴ്സൺ. ഒരു മെഡിറ്റേറ്റീവ് ലെവലുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ചോളം ഹി ഡിസപ്പിയേഴ്സ് ആസ് ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഹി എക്സിസ്റ്റ് ആസ് എ മീഡിയം ഫോർ ദ ക്രിയേഷൻ ടു ഹാപ്പൻ എന്നാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയാമെന്ന് പറയുന്നത്. സോ സച്ച് കൈൻഡ് ഓഫ് ആർട്ട് ഫോംസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡയറക്റ്റ് കമ്മ്യൂണിയൻ വിത്ത് എക്സിസ്റ്റൻസിൻ്റെ ആ ഒരു ഡയറക്റ്റ് കമ്മ്യൂൺ, അല്ലെങ്കിൽ നമ്മളൊരു ഹയർ സിഗ്നിഫിക്കൻസ്, ഒരു ഹയർ മീനിങ്, ഒരു യൂണിവേഴ്സൽ സിഗ്നിഫിക്കൻസ് ഉള്ള ആർട്ട് ഫോംസ് ആയിരിക്കും ഇതുപോലെയുള്ള ഒബ്ജക്റ്റീവ് ആർട്ടിൽ വരിക എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ചില രാഗാസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില രാഗങ്ങളും ഇതെന്നൊക്കെ പറയുന്നത് ആ ഒരു നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഇലവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇതാണ്. അതുകൊണ്ടാണ് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേക ഒരു ഇത്തരം ക്വാളിറ്റി ഉണ്ട്. അതായത് നമ്മളിപ്പം എനിക്ക് മോഡേൺ വെസ്റ്റേൺ ടൈപ്പ് ഓഫ് മ്യൂസിക്കിനോടൊന്നും അത്ര വലിയ ഇതെനിക്ക് തോന്നാറില്ല. ഇറ്റ്സ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദം ആർ ലൈക്ക് എന്താണ്, നമ്മൾ ഒരുമാതിരി ഭ്രാന്തമായ മ്യൂസിക്, അല്ലെങ്കിൽ ഉള്ളിലെ ഭ്രാന്തിനെ പുറത്തെടുത്ത് കളയുന്ന ടൈപ്പ് ഓഫ് ചില മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ, വളരെ കെയോട്ടിക് ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ടല്ലോ. പക്ഷേ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്നത് വളരെ ഹീലിങ്ങും വളരെ നമുക്കൊരു സൈലൻസും പീസും റിലാക്സേഷനൊക്കെ തരുന്ന ഒരു വേറൊരു പീക്ക് ഓഫ്
പീക്ക് ലെവലിലുള്ളൊരു ക്രിയേഷനായിട്ടാണ് എനിക്ക് ഈ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ താജ്മഹലൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അത് ഞാനൊരു ഓഷോയുടെ ഡിസ്കോഴ്സിൽ നിന്നാണ് താജ്മഹലിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല ഞാൻ താജ്മഹലിനെ പറ്റി പറഞ്ഞത്. ആസ് എൻ എക്സാമ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ് ആർട്ടെന്ന് ഓഷോ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ക്ലാസിക്കൽ മ്യൂസിക്കിൽ എനിക്ക് തനിയെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു വേറൊരു ടച്ചാണല്ലോ. ഇപ്പോൾ വേറെ നമുക്ക് എക്സാമ്പിൾസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഫിലിംസൊക്കെ തന്നെയാണെങ്കിലും ചില ഫിലിംസ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഇങ്ങനെ മിസറിയും പ്രോബ്ലംസും അതൊക്കെ ഇങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച പോലെയാണ് ചില ഫിലിംസൊക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റും. ഒരുപാട് സൈക്കോളജിക്കൽ പെയിനൊക്കെ ഇങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടി മേക്ക് ചെയ്ത പോലത്തെ ഒരു ഫിലിംസ് ഉണ്ട്. അല്ലാതെ ചില ഫിലിംസ് എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുക, നമ്മുടെ ആ ഒരു എസ്തെറ്റിക്കും പോയറ്റിക്കുമായിട്ട് നമ്മളെ വളരെ ഹീൽ ചെയ്യുന്ന ടൈപ്പ്, അല്ല ഹീലിംഗ് എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുന്നത് ഒരു കംപ്ലീറ്റ് ഒരു ആർട്ട് ഫോമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇറ്റ്സ് നോട്ട് എ ഇമോഷണൽ റിലീസ് അല്ലെങ്കിൽ പെയിൻ റിലീസ് അല്ല, ഇറ്റ്സ് ലൈക്ക് അതിനൊരു ആർട്ടായിട്ട് നമുക്ക് എന്താ പറയുക, ഇതിനിപ്പോൾ എങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, നമുക്കത് കാണുമ്പോൾ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ ചില ആർട്ട് ഫോം കാണുമ്പോൾ നമുക്ക് തോന്നും അത് ഒരുമാതിരി സൈക്കോളജിക്കൽ സിക്നെസ്സിലാണ് ആ ഒരു ആർട്ടിസ്റ്റ് എന്ന് വിചാരിക്കും. ചില ആർട്ട് ഫോം കാണുമ്പോൾ നമുക്ക് നമുക്കൊരു എന്താ പറയുക, ഒരു ഒബ്ജക്റ്റീവായിട്ട് അതിനെ ഫീൽ ചെയ്യും. ഒരു വേറൊരു ടൈപ്പ് ഓഫ് മീനിങ് അത് സിഗ്നിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ്സിനെ നമ്മൾ ഇലവേറ്റ് ചെയ്യുന്നു, ഒരു പ്യുവർ ആർട്ടായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നു. ചില ആർട്ട് ഫോംസ് ആണ് നമുക്ക് പ്യുവർ ആർട്ടായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ആർട്ട് ഫോംസ് ആണ് നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ആർട്ട് എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ യൂണിവേഴ്സൽ സിഗ്നിഫിക്കൻസ്, ഇറ്റ് എക്സിസ്റ്റ് ആസ് എ ആർട്ട് ഫോം ഇൻ ഇറ്റ്സെൽഫ്. ഒരു ആർട്ടായിട്ട് തന്നെ അത് എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലാതെ ഒരു ആർട്ടിസ്റ്റിൻ്റെ സൈക്കോളജിക്കൽ പെയിനെയോ മിസറിയോ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല. ഇറ്റ് ഹാസ് എ ഡിഫറെൻറ്റ് സോൾ ഓൺ ഇറ്റ്സ് ഓൺ. അങ്ങനത്തെ ആർട്ട് ഫോംസ് ആണ് ഒബ്ജക്റ്റീവ് ആർട്ട് എന്ന് നമ്മൾ പറയാമെന്ന് പറയുന്നത്. ഇപ്പോൾ ഓഷോ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ താജ്മഹലിലൊക്കെ പോയത് അവിടെ പോയി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് തന്നെ നമുക്കൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നമ്മളിൽ തന്നെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലൊക്കെ തന്നെ മാറിപ്പോകുമെന്നാണ് ഓഷോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സസിലൊക്കെ. പിന്നെ ഒരുപാട് ഏൻഷ്യൻ്റ് ടെമ്പിൾസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് നമ്മുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിനെ എലവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈപ്പ് ഓഫ് ആർട്ട് വർക്കായിട്ടാണ് പല ഏൻഷ്യൻ്റ് ടെമ്പിൾസും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒബ്ജക്റ്റീവ് ആയിട്ട് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മെഡിറ്റേറ്റീവ് ലെവലിൽ എത്തിയിട്ടുള്ള ആൾക്കാരായിരിക്കും. മെഡിറ്റേഷൻ്റെ ഹയസ്റ്റ് പീക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും പൊതുവേ ഈ ഒബ്ജക്റ്റീവ് ആർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ സെൻ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ഒരു സ്പിരിച്വൽ ട്രഡീഷനുണ്ട്. അപ്പോൾ ഈ സെൻ ഗാർഡൻസ്, സെൻ പോയട്രി, സെൻ പെയിൻറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ സെൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി മെഡിറ്റേഷൻ്റെ ഒരു സെക്റ്റാണ്, മെഡിറ്റേഷൻ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആണ്. സോ അവരുടെ ആർട്ട് ഫോംസ് എന്നൊക്കെ പറയുന്നത് കൂടുതലും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ആർട്ട് ഫോംസ് ആയിരിക്കും. ഒരു മെഡിറ്റേറ്റീവ് ലെവലിൽ എത്തിയിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ സെൻ മാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ ആർട്ട് ഫോം എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ യൂണിവേഴ്സൽ സിഗ്നിഫിക്കൻസ്. അതിനൊരു നമ്മുടെ ആ ഒരു ഹ്യൂമാനിറ്റിയുടെ കോൺഷ്യസ്നെസ്സിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു ഹയർ പീക്സിനെയൊക്കെ സിഗ്നിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആർട്ട് ഫോംസ് ആയിരിക്കും ഈ ഒരു ഒബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ ദ ആർട്ട് ഫോം ദാറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ആർട്ട് ഹാസ് ഓൾവേസ് എ ഹയർ വാല്യൂ ദാൻ എ സബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയും. സബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നത് ഒരു നോൺ മെഡിറ്റേറ്റീവ് ലെവലിൽ, ഒരു സാധാരണ ലെവലിലുള്ള ഒരു നോൺ മെഡിറ്റേറ്റേഴ്സ് ആണ് കൂടുതലും ഈ സബ്ജക്റ്റീവ് ആർട്ട്. അവരുടെ ഇമോഷണൽ ലെവൽ, പേഴ്സണൽ ലെവലിൽ നിന്ന് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ആർട്ട് ഫോംസ് ആയിരിക്കും ഈ സബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഒബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഫ്രം എ മെഡിറ്റേറ്റീവ് ലെവലിൽ. ഒരു മെഡിറ്റേഷൻ എത്തിയ ഒരാളെ സംബന്ധിച്ചുള്ള ഒരു he exists as a medium of creation for the existence to happen through him. ഒരു ഹയർ സ്റ്റേറ്റ്സ് ഓഫ് ആർട്ട് ഫോം ആണ് ഈ ഒബ്ജക്റ്റീവ് ആർട്ട് എന്ന് പറയുന്നത്. So that's how meditation helps your creativity, it enhances you, it changes your consciousness. നമ്മുടെ ആ ഒരു മൈൻഡിൻ്റെ ക്ലട്ടർ, മൈൻഡിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ നമ്മളെ മാറ്റും. നമ്മുടെ കണ്ടീഷനിങ് ഉണ്ടല്ലോ, സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ട് നമ്മളിൽ. അപ്പോൾ അങ്ങനെ നമ്മളെ ആ സോഷ്യൽ കണ്ടീഷനിങ് ആസ് എ കണ്ടീഷൻഡ് ബൈ ഓരോ സൊസൈറ്റി നമ്മളെ കണ്ടീഷനിങ്ങിലാണ് നമ്മളെ വളർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിങ്, സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹിന്ദു ഫാമിലി ജനിച്ചാൽ ഹിന്ദുവായിട്ട് ചിന്തിക്കണം, മുസ്ലിം ഫാമിലി ജനിച്ചാൽ മുസ്ലിമായിട്ട് ചിന്തിക്കണം. അങ്ങനെ ആ രീതിയിൽ നമ്മളെ കണ്ടീഷൻ ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഈ കണ്ടീഷനിങ്സിനെയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മളെ ഒരു പ്യുവർ ഇൻഡിവിജ്വൽ ആക്കുക, നമ്മളെ ഒരു
ഒരു ഫ്രീഡത്തിൻ്റെ പുറത്തേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നൊരു സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ആസ് എൻ ഇൻഡിവിജ്വൽ ഫ്രീഡമായിട്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളിൽ ഒരു ട്രൂ ക്രിയേറ്റിവിറ്റി വരൂ. ഒരു ഒബ്ജക്റ്റീവ് ലെവൽ ഓഫ് ആർട്ട് ഫോം നമ്മളിൽ വരണമെങ്കിൽ വി ഹാവ് ടു എക്സിസ്റ്റ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം വെയർ വി ആർ നോട്ട് അഫക്റ്റഡ് ബൈ എനി സോഷ്യൽ കണ്ടീഷനിങ്സ്. അങ്ങനെ ഒരു യാതൊരു കണ്ടീഷനിങ്ങും ഇല്ല. എല്ലാ കണ്ടീഷനിങ്ങും നമ്മൾ ബ്രേക്ക് ചെയ്ത് നമുക്ക് ആ ഒരു പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ ഒരു പൂർണ്ണ ബോധാവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മളിൽ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് ആർട്ട്, ഒരു റിയൽ ടൈപ്പ് ഓഫ് ക്രിയേറ്റിവിറ്റി നമ്മളുണ്ടാകുക എന്ന് നമ്മൾ മെഡിറ്റേഷനിൽ പറയാമെന്ന് പറയുന്നത്. So that's in this video regarding meditation and creativity. Hope you get a clarity. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വരുക. So that's in this video. Thank you for watching.